നമസ്കാരം. ലോകമെമ്പാടുമുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന പോലീസിന് പലപ്പോഴും അപ്രതീക്ഷിത വഴികളിലൂടെയാണ് തെളിവുകൾ ലഭിക്കാറ്. എന്നാൽ മയക്കുമരുന്ന് കടത്ത സംഘത്തെ പിടികൂടാൻ ഒരു തത്ത പ്രധാന പങ്കുവഹിച്ചുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ബ്രിട്ടനിലെ ലങ്കാഷെയർ പോലീസ് നടത്തിയ ഒരു വൻ മയക്കുമരുന്ന് വേട്ടയിലാണ് മാംഗോ എന്നു പേരുള്ള ഒരു തത്ത അസാധാരണമായ സാക്ഷിയുടെ റോളിലെത്തി പോലീസിനെ അത്ഭുതപ്പെടുത്തിയത്. എന്താണ് സംഭവിച്ചത്? ലങ്കാഷെയർ പോലീസിലെ ഒരു സംഘം അന്താരാഷ്ട്ര തലത്തിൽ മയക്കുമരുന്ന് കടത്തുന്ന ഒരു സംഘത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയായിരുന്നു. ഓപ്പറേഷൻ വാരിയർ എന്ന് പേരിട്ട ഈ ദൗത്യം സംഘടിത കുറ്റകൃത്യങ്ങളെ തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി സംഘത്തിലെ പ്രധാനിയായ ഷാനൻ ഹിൽട്ടൺ എന്ന യുവതിയുടെ ഫോൺ പോലീസ് പരിശോധിച്ചു. അതിൽ അവർ കണ്ട ഒരു വീഡിയോ ആണ് കേസിന്റെ ഗതി മാറ്റിമറിച്ചത്. ആ വീഡിയോയിൽ ഹിൽട്ടന്റെ വളർത്തു തത്തയായ മാംഗോ ആവർത്തിച്ചു പറയുന്ന ഒരു വാക്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. 2:25 എന്നായിരുന്നു ആ വാക്യം. 2:25. സാധാരണക്കാർക്ക് ഇതൊരു തമാശയായി തോന്നാമെങ്കിലും കുറ്റാന്വേഷകർക്ക് ഇതൊരു മയക്കുമരുന്ന് ഇടപാടിന്റെ രഹസ്യ കോഡാണെന്ന് മനസ്സിലാക്കാൻ അധിക താമസം വേണ്ടി വന്നില്ല. അതായത് 2 പാക്കറ്റ് മയക്കുമരുന്നിന് 25 പൗണ്ട് എന്നായിരുന്നു ഇതിന്റെ അർത്ഥം. ഇതേ ഫോണിൽ തന്നെ മാഗോ നോട്ടുകെട്ടുകളുമായി കളിക്കുന്നതിന്റെ മറ്റൊരു വീഡിയോയും കണ്ടെത്തി. ഈ വീഡിയോകൾ മാഗോയുടെ ഉടമയായ ഹിൽട്ടണ് മയക്കുമരുന്ന് ഇടപാടുകളിലുള്ള പങ്കിന് നിർണായക ഒരു തെളിവായി മാറി. ഈ സംഘത്തിന്റെ തലവൻ ആഡം ഗാർനെറ്റ് എന്ന വ്യക്തിയായിരുന്നു. ഇയാൾ നേരത്തെ തന്നെ മറ്റൊരു കേസിൽ ജയിലിലായിരുന്നു. എന്നാൽ തടവറയിൽ മൊബൈൽ ഫോണുകളും വൈഫൈ റൗട്ടറുകളും രഹസ്യമായി ഉപയോഗിച്ച് ഗാർനെറ്റ് തന്റെ മയക്കുമരുന്ന് വ്യാപാരം തുടർന്നുകൊണ്ടിരുന്നു. ജയിലിൽ നിന്ന് പുറത്ത് കൂട്ടാളിയുമായി വീഡിയോ കോളിലൂടെ ബന്ധപ്പെട്ട് ഗാർനെറ്റ് ഈ വലിയ ശൃംഖല നിയന്ത്രിച്ചു. ഹിൽട്ടണും ഗാർനെറ്റും തമ്മിലുള്ള സംഭാഷണങ്ങളും ഇടപാടുകളുടെ വിവരങ്ങളും പോലീസിന് ലഭിച്ചു. മാംഗോ നൽകിയ അസാധാരണമായ സൂചനയും മറ്റ് സൈബർ തെളിവുകളും ഉപയോഗിച്ച് പോലീസ് ഹിൽട്ടന്റെയും സംഘത്തിലെ മറ്റ് 14 പേരുടെയും വീടുകളിൽ റെയ്ഡ് നടത്തി. ഈ റെയ്ഡുകളിൽ മയക്കുമരുന്ന് പാക്കറ്റുകൾ, പണം, കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ തുടങ്ങിയ ഫോണുകൾ എന്നിവ പിടിച്ചെടുത്തു. ഇത് കേസിലെ എല്ലാ കണ്ണികളെയും കൂട്ടിച്ചേർക്കാൻ പോലീസിനെ സഹായിച്ചു. ഈ കേസിൽ മൊത്തം 15 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആഡം ഗാർനെറ്റിന് നിലവിൽ അനുഭവിക്കുന്ന ശിക്ഷയോടൊപ്പം 19 വർഷവും 6 മാസവും അധിക തടവ് ലഭിച്ചു. തത്തയുടെ ഉടമയായ ഷാനൻ ഹിൽട്ടന് 12 വർഷത്തെ തടവ് ശിക്ഷയും കോടതി വിധിച്ചു. മറ്റു പ്രതികൾക്കും ഗുരുതരമായ ശിക്ഷകളാണ് ലഭിച്ചത്. അസാധാരണമായ രീതിയിൽ ഒരു തത്ത നൽകിയ സൂചനയാണ് ഒരു വലിയ മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ പോലീസിനെ സഹായിച്ചത്. ഈ സംഭവം പോലീസ് സേനയുടെ അക്ഷീണമായ പരിശ്രമത്തിനും അസാധാരണമായ സാഹചര്യങ്ങളിൽ പോലും തെളിവുകൾ കണ്ടെത്താനുള്ള അവരുടെ കഴിവിനും ഒരു ഉദാഹരണമായി മാറുന്നു. മാഗോ എന്ന തത്ത ഇപ്പോൾ ഒരു തമാശ കഥാപാത്രമല്ല, മറിച്ച് കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുന്ന പോലീസിന്റെ ഒരു അപ്രതീക്ഷിത സഹായം കൂടിയാണ്. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.